പൂക്കളുടെയും ചെടികളുടെയും അഴകാർന്ന ഭംഗിയിൽ എന്നും പുതുമയാർന്നു നിൽക്കുന്ന മുബീസ് ഡയറി എന്ന ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ടെറേനിയ വിഷ്ബോൺ കാക്കപ്പൂവ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ചാണ്. ക്ലൗൺ ഫ്ലവർ എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഈ ഫ്ലവറിൻ്റെ ബ്രൈറ്റ്നെസ്സും ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേണും കൊണ്ടാണ് ക്ലൗൺ ഫ്ലവർ എന്ന പേര് ഇതിന് വന്നിട്ടുള്ളത്. മേക്കപ്പ് ചെയ്തു വന്ന ഒരു ലുക്കാണ് ഈ ഫ്ലവറിന്. എന്നും നല്ല ഭംഗിയുള്ള കളറിലാണ് ഇതിൻ്റെ ഓരോ പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നത്. ഒത്തിരി ടേക്ക് കെയറും മെയിൻ്റനൻസൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത്. അധികം ലൈഫില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത്. ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് ഫ്ലവറിങ് ഉണ്ടായതിനു ശേഷം ആ പ്ലാന്റ് ഒന്നിച്ച് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പോട്ടിൽ ആദ്യം വെച്ച മദർ പ്ലാന്റ് ആണിത്. അപ്പോൾ നശിച്ചു പോവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ തൈകൾ വന്ന് അതിലൊക്കെ പൂക്കൾ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ സീഡ് ഇതിലായിട്ട് കൊഴിഞ്ഞു പോയിട്ട് പുതിയ പുതിയ തൈകൾ ഉണ്ടാകും. ആ തൈകളിലാണ് വേറെ കളറായിട്ടുള്ള പൂക്കൾ വിരിയുന്നത്. ഇപ്പോൾ വൈറ്റ് കളർ പൂക്കളാണ് ഇതിൽ നിറയെ വിരിഞ്ഞു നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ പോട്ടിൽ ഞാൻ വയലറ്റ് കളറുള്ള കാക്കപ്പൂ മാത്രമേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടുത്ത പോട്ടിൽ ലൈറ്റ് പിങ്കും ഉള്ള ഒരു കാക്കപ്പൂവും ഞാൻ നട്ടിരുന്നു. അപ്പോൾ അത് കാരണം രണ്ടും എടുത്തായത് കാരണം ഇത് തമ്മിൽ പോളിനേഷൻ നടന്നതുകൊണ്ട് ഇതിൽ ഉണങ്ങി വരുന്ന സീഡ്സ് എല്ലാം ഇതിൽ തന്നെ വീണ് വേറെ പുതിയ തൈകൾ ഉണ്ടായി വരുന്നു. അപ്പോൾ അതിൽ പൂക്കൾ വിരിയുമ്പോൾ വേറെ കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ പൂക്കൾ ഉണങ്ങി വരുന്ന ഇതിൻ്റെ താഴെ തന്നെ ഇതിന് ചെറുതായിട്ട് ഒരു മൊട്ട് പോലെ കാണും. അതിലാണ് ഇതിൻ്റെ സീഡ്സ് ഉണ്ടാവുന്നത്. അത് രണ്ടായിട്ട് പൊളിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ചെറിയ റവ പോലെ തരി തരി പോലെ കുഞ്ഞു സീഡ്സ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അത് ഒരു പൂവിൻ്റെ മുട്ടിൽ നിന്ന് തന്നെ ഒത്തിരി തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കമ്പ് വെച്ച് നമുക്ക് പുതിയ തൈകൾ പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കമ്പിൽ റൂട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്ത് നമുക്ക് പുതിയ വേറെ പോട്ടിലേക്ക് മാറ്റി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ വയലറ്റ് നിറത്തിലുള്ള കാക്കപ്പൂവ് തൊടികളിലൊക്കെ ഇഷ്ടം പോലെ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് നല്ല വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് പൂക്കൾ വിരിയാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിനെ പോട്ടിൽ നടുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അതിനെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനും കഴിയും. ഇതിന് വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും നമുക്ക് പോട്ടിൽ നട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. തൊടികളിലും മുറ്റങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളപ്രയോഗമൊന്നും ചെയ്ത് കൊടുക്കാനൊന്നും കഴിയില്ല. മഴ കാരണമൊക്കെ അത് ഒലിച്ചു പോയി. ഇതിൻ്റെ വേര് അധികം കട്ടിയില്ലാത്ത ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് പോട്ടിലാണ് ഇത് ഏറ്റവും സേഫായിട്ട് നിൽക്കാൻ നല്ലത്. ഈ വൈറ്റ് കളറിലുള്ള കാക്കപ്പൂവ് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ പുതുതായിട്ട് പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയ തൈകൾ ഉണ്ടായി വന്ന് പുതിയ പൂക്കൾ വിരിഞ്ഞതാണ്. പോട്ടിൽ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പോർഷൻ കോക്കോപീറ്റും ഒരു പോർഷൻ ചാണകപ്പൊടിയും ഒരു പോർഷൻ സാൻഡും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് പോട്ടിൽ നടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കിയാൽ മണ്ണ് കട്ട പിടിക്കാതെ വേരിറങ്ങാനും പ്ലാന്റ് ഹെൽത്തി ആവാനും സഹായിക്കും. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിക്കിടക്കാത്ത ഹോൾസുള്ള പോട്ടിൽ വേണം ഈ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട്. കട്ടിയില്ലാത്ത വേരായതുകൊണ്ട് വെള്ളം കെട്ടി നിന്നാൽ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും. ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഒരു പോട്ടിൽ തന്നെ 2 കളറിലുള്ള വിഷ്ബോൺ പ്ലാന്റുകൾ നട്ടുവെക്കുക. അപ്പോൾ അതിൽ നിന്ന് പോളിനേഷൻ ചെയ്ത് അതിലോട്ട് തന്നെ ഇതിൻ്റെ സീഡ്സ് വീണ് പുതിയ തൈകൾ ഉണ്ടായി വരും. അതിലുണ്ടാവുന്ന പൂക്കളെല്ലാം പല കളറിലുള്ള പൂക്കളായിരിക്കും. തുടക്കക്കാർക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിൽ പെട്ടെന്ന് പൂക്കൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് നട്ട് കഴിഞ്ഞാൽ വേഗം റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനെ ലൈവാക്കി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. എപ്പോഴും പൂക്കളായിരിക്കും. പൂക്കൾ ഉണ്ടാവുന്ന ഭാഗം കുറേ കഴിഞ്ഞാൽ നശിച്ചു പോകുമെങ്കിലും അതിൻ്റെ അപ്പുറത്തോട്ട് പുതിയ തൈകൾ വന്ന് പെട്ടെന്ന് ഇത് നശിച്ചു പോകുന്നതോടുകൂടി പുതിയ തൈകളിലും പൂക്കൾ വിരിയാൻ തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് വിഷ്ബോൺ പ്ലാന്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റിനെ വളർത്തി നോക്കുക. ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ആ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.